ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും മഹാദേവ പ്രചാരക സംഘത്തിൽ കൂടി സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, മനസ്സിന് വേണ്ട മാറ്റങ്ങൾ നൽകി അന്ധവിശ്വാസങ്ങളിൽ നിന്നും പെട്ടെന്നൊന്നും ആർക്കും പുറത്തു വരുവാൻ കഴിയില്ല. കാരണം തലമുറകളായി അടിച്ചേൽപ്പിക്കപ്പെട്ട വിശ്വാസങ്ങൾ നിങ്ങളുടെ മനസ്സിലും മസ്തിഷ്കത്തിലും അതിങ്ങനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് ആ കെട്ടുകളെ അഴിച്ചുമാറ്റി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരിക പ്രയാസമാണ്. എന്നിരുന്നാൽ കൂടി ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പുതിയ തലമുറയ്ക്കൊക്കെയും അതിന് സാധിച്ചെന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പതിയെ ആണെങ്കിലും എനിക്ക് മോചനം വേണം, എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം, എനിക്ക് മറ്റുള്ള ഏതെങ്കിലും വിശ്വാസത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ സമുദായത്തിന്റെ പേരിലോ ആരാധനകളുടെ പേരിലോ എനിക്ക് ചുറ്റും തീർക്കുന്ന മതിലിനകത്ത് നിന്നുകൊണ്ടല്ല ഞാൻ ജീവിക്കേണ്ടത്. എനിക്ക് ചുറ്റും മതിലുകളില്ല. ഞാൻ എന്റെ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് എന്റെ കൈപിടിച്ചു നടത്തുന്ന ഭഗവാൻ എന്റെ കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം എന്നിലുണ്ട്. അതുകൊണ്ട് എന്നിൽ യാതൊരുവിധ അന്ധതയും ബാധിക്കുകയില്ല. ഇവിടെ ഗുരു പറഞ്ഞു ഒരു സഹോദരിയോട്, സ്വന്തം മനസ്സിനും മറ്റുള്ളവർക്കും ചെയ്യുന്ന തെറ്റുകൾ. അത് എന്താണെന്ന് മനസ്സിലായോ? സ്വന്തം മനസ്സിനോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും ചെയ്ത തെറ്റുകൾ, ഇതുവരെ ചെയ്ത തെറ്റുകൾ, അതിന് പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഓർത്തെടുത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ തുടരുമ്പോൾ കൂടുതൽ കൂടുതൽ നല്ല ഫലങ്ങൾ ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. എങ്ങനെയാണ് ഗുരു സ്വന്തം മനസ്സിനോടും മറ്റുള്ളവരോടും തെറ്റുകൾ ചെയ്യുന്നത്? ഏതു വിധത്തിലാണ് ചെയ്യുന്നത്? 3-4 കാര്യങ്ങൾ അടക്കി നിർത്തുന്നതിൽ നമ്മുടെ മുന്നിവര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ക്രോധം എന്ന് പറയുന്നത്. കാമം, ക്രോധം ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ ക്രോധം എന്നുള്ളത്, ദേഷ്യം എന്നുള്ളത്, ഗുരു എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ നിയന്ത്രിക്കുക? അവൻ അല്ലെങ്കിൽ അവൾ എന്നെ ശകാരിച്ചത് കൊണ്ടല്ലേ ഞാനും തിരിച്ചങ്ങനെ പറഞ്ഞത്? അത് ഒരു പാപമാണോ? അവൻ അല്ലെങ്കിൽ അവൾ എന്നെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ അയൽക്കാർക്കും അല്ലെങ്കിൽ പലയിടങ്ങളിലും പറഞ്ഞു നടക്കുന്നുണ്ട്. അതിനെതിരെ ഞാൻ അവൾക്കെതിരെ സംസാരിച്ചതാണോ എന്റെ പാപം? എന്താണ് ഗുരു ഇങ്ങനെ പറയുന്നത്? ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെയാകട്ടെ, നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാകരുത്. അവൻ നിന്നെ ശകാരിക്കട്ടെ അല്ലെങ്കിൽ അവൾ നിന്നെ ശകാരിക്കട്ടെ, നിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ? തെറ്റുണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ അത് ന്യായീകരിക്കുവാൻ നിൽക്കാതെ അത് തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് പിന്മാറുക. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലേ? നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് സമർത്ഥിക്കുവാൻ നിൽക്കാതെ മൗനിയായി പിന്മാറുക. കാരണം തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസി ചെയ്യുന്ന കാര്യം അതാണ്. എന്റെ മനസ്സും എന്റെ മനസാക്ഷിയും മഹാദേവൻ കാണുന്നുണ്ട്. എന്റെ ഓരോ പ്രവൃത്തികളും മഹാദേവൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവനോട് അല്ലെങ്കിൽ ഇവളോട് ചോദിക്കുകയോ എന്നെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഞാൻ എന്റെ തെറ്റിനെ ന്യായീകരിക്കുവാനോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കുവാനോ ഞാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം അത് അവന് അല്ലെങ്കിൽ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നെ ഇതുവരെ സംരക്ഷിച്ചു പോരുന്ന ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്തങ്ങൾ മനുഷ്യന് മാത്രമല്ല ഉള്ളത്. ഉത്തരവാദിത്തങ്ങൾ ഭഗവാനെ അറിയുന്നവർക്ക് ആണെങ്കിൽ, ഭഗവാനെ അറിയുന്നവരാണെങ്കിൽ
ഭഗവാനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്കുമേൽ ഭഗവാനും ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അത് ഭഗവാൻ കൃത്യമായി ചെയ്യും. പക്ഷേ നിങ്ങൾ ആ ഉത്തരവാദിത്വം ഭഗവാനെ കൊണ്ട് ചെയ്യിക്കാൻ തക്കവിധം മനസ്സിനെയും നിങ്ങളുടെ പ്രവൃത്തിയെയും പ്രാപ്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ അതിർത്തി മറ്റൊരാൾ കവർന്നെടുത്തു എന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും ശിക്ഷാവിധിയുണ്ട്. ഒരാൾക്ക് പാരമ്പര്യമായി അയാളുടെ പിതൃക്കൾ അല്ലെങ്കിൽ തലമുറ അല്ലെങ്കിൽ അയാളുടെ അച്ഛൻ കൊടുക്കുന്ന അതിർത്തി വസ്തു മനസ്സിലായില്ല. അയാളുടെ അച്ഛൻ ഒരു മകനോ മകൾക്കോ കൊടുക്കുകയാണ്. അത് പിന്നീട് അയാൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു 10 സെന്റ് ഭൂമി കൊടുത്തു എന്നിരിക്കട്ടെ, തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ 9 സെന്റ് ഭൂമിയേ ഉള്ളൂ, 1 സെന്റ് കാണാനില്ല. തൊട്ടടുത്ത ഒരാൾ മാന്തിയെടുത്തു. അയാൾ പറയുന്നു ഇത് അയാളുടേതാണ്. മാന്തിയെടുത്തതാണെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ അത് കേസായി വഴക്കായി അങ്ങനെ മാനസികമായ ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥമായി 10 സെന്റിനും കരമടയ്ക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ആകുലപ്പെടുമ്പോൾ, വ്യാകുലപ്പെടുമ്പോൾ അയാൾ ഭഗവാനെ വിളിച്ചു പറയും, ഭഗവാനേ, എന്റെ അച്ഛൻ എനിക്ക് പാരമ്പര്യമായി കൈമാറി തന്ന വസ്തു 1 സെന്റ് അയാൾ കവർന്നെടുത്തു. തീർച്ചയായിട്ടും കവർന്നെടുത്തതാണെങ്കിൽ അതിന്റെ ആ ഒരു അനുഭവം അനുഭവിക്കാതെ ജീവൻ ആ ശരീരം വിട്ടു പോകില്ല. ഭൂമി മോഷ്ടിക്കുന്നതിന് ശിക്ഷ വളരെ വലുതാണ്. ഭൂമിയെ പലരും ദാനമായി നൽകാറുണ്ട്. കന്യാദാനം പോലെ തന്നെ അതിനേക്കാളും എത്രയോ പവിത്രമാണ് ഭൂമി ദാനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഭൂമി കിട്ടുമ്പോൾ അവൻ അതിയായി സന്തോഷിക്കുന്നു. കാരണം അവൻ അതിനകത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും അവന് വസിക്കാം. അവൻ ആവശ്യമുള്ള ആഹാരങ്ങൾ അതിനകത്ത് കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ അത് 1 സെന്റ് ഭൂമിയാണെങ്കിലും അത് ഇഷ്ടദാനം പോലെ തന്റെ പിതാവ് തന്റെ മക്കൾക്ക് കൊടുത്തതാണെങ്കിൽ അതിൽ നിന്നാരും അതിർത്തി മാന്തിയെടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അനുഭവത്തിൽ വരത്തില്ല എന്ന് മാത്രമല്ല, അവസാന നിമിഷത്തിൽ വളരെ ദുഃഖങ്ങളും ശാരീരികമായ വൈഷമ്യങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. നമുക്കുള്ളത് നമ്മുടെ കയ്യിലിരിക്കട്ടെ, മറ്റുള്ളവർക്കുള്ളത് മറ്റുള്ളവർക്കിരിക്കട്ടെ. ഇവിടെ നിന്ന് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല, സ്വന്തം ശരീരം പോലും കൊണ്ടുപോകുന്നില്ല. പിന്നെന്തിനാ? എത്രയൊക്കെ ചീകി മിനുക്കി ഒതുക്കി നമ്മൾ, എത്രയൊക്കെ മിനുസമായിട്ട് നമ്മൾ വച്ചിരിക്കുന്ന തലമുടി പോലും നമുക്ക് സ്വന്തമല്ല. അത് കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ നമ്മിൽ നിന്ന് വേർപെട്ടു പോകുന്നു. എത്രയൊക്കെ നെയിൽ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നഖവും അത് കുറച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ വെട്ടി ദൂരേക്ക് കളയും. ഇതുപോലെ എത്രയൊക്കെ നമ്മൾ പിടിച്ചു വച്ചിരുന്നാലും, എത്രയൊക്കെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ സൂക്ഷിച്ചാലും, ഇതൊന്നും ഇവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതല്ല. നോക്കൂ, ഒരു മനുഷ്യൻ ജന്മമെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അവന്റെ 12 വയസ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ 6 വയസ്സ് 7 വയസ്സ് വരെയൊക്കെയാണ് അവന് വേണ്ടി ജീവിക്കുന്നത്, കളിച്ചും പാടിയും ചിരിച്ചുമൊക്കെ. അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, അവന്റെ ഭാവിയിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായി, പിന്നെ പഠിത്തമായി, അത് കഴിഞ്ഞാൽ പഠിച്ചു വന്നു, വിവാഹമായി, വിവാഹം കഴിഞ്ഞാൽ ഭാര്യ സംരക്ഷണം, തിരിച്ചു പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ്, ഭർത്താവായി, കുഞ്ഞുങ്ങളായി, പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനമായി. ഇതൊക്കെ ചെയ്തു വരുമ്പോൾ സ്വന്തമായിട്ടൊരു കാര്യം ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവനവന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവനവന് വേണ്ടി ഇവിടെ ഒരുപാട് സമ്പാദിച്ചു കൂട്ടണം എന്നുള്ളതല്ല. അവനവന്റെ മനസ്സിനെയും ആത്മാവിനെയും വൃത്തിയും വെടിപ്പുമുള്ളതാക്കിയെങ്കിലും തീർക്കുവാൻ അല്പസമയം മെനക്കെടേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ഇവിടെ എത്രയോ സംഘടനകളിൽപ്പെട്ടവർ, അല്ലെങ്കിൽ പല ക്ഷേത്ര ഭാരവാഹികൾ, അങ്ങനെ ഉള്ള ആൾക്കാർ ഒരുപാട് പേർ എന്തൊക്കെയോ ഇവിടെ നിന്ന് പെട്ടെന്ന് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ സ്വന്തം മനസ്സിനെ മാറ്റാനുള്ള സമയം, അല്ലെങ്കിൽ സ്വന്തം മനസ്സിനെ മാറ്റിയെടുക്കുവാനുള്ള ആ ഒരു സമയം പോലും കണ്ടെത്തുവാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ മാറ്റുവാൻ കഴിയുന്നത്? അവർക്കിതൊന്നും വിശ്വാസമല്ല. അവർക്ക് അന്ധമായത് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുന്നതിലാണ് വിശ്വാസം. ഇവിടെ ഒരു സഹോദരി പറയുകയാണ്, എന്നെ അവർ തളർത്തി കിടത്തി, അവർ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു,
അവരെന്തോ ആഭിചാരങ്ങളൊക്കെ ചെയ്തു. പക്ഷെ എന്നെ കൊല്ലാൻ പറ്റുന്നില്ല ഗുരു, ഞാൻ തളർന്നു കിടക്കുകയാണ്, എന്നെ തളർത്തിക്കളഞ്ഞു. ഗുരു ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ തളർത്തി കിടക്കുവാൻ, ഒരു വ്യക്തിയെ തളർത്തി കിടത്തുവാൻ ഒരു മന്ത്രവാദം കൊണ്ട് കഴിവുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് തമ്മിൽ പരസ്പരം തളർത്തി കിടത്താം. ഈ രാജ്യത്തിന്റെ മന്ത്രിമാരെ പരസ്പരം തളർത്തി കിടത്താം. ഒരു രാഷ്ട്രീയക്കാരൻ എതിർ രാഷ്ട്രീയക്കാരനെ തളർത്തി കിടത്താം. ഒരു ബിസിനസ്സുകാരൻ അവന്റെ എതിർ ബിസിനസ്സുകാരനെ തളർത്തി കിടത്താം. അവരുടെ മേലൊന്നും ഇത് യേശത്തില്ലേ? ബുദ്ധിയും വിവരവും വിവേകവും ഇല്ലാത്ത നിങ്ങളുടെയൊക്കെ മേൽ മാത്രമേ ഈ ആഭിചാരവും കൂടപത്രവും ഒക്കെ ഏൽക്കത്തുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, തളർത്തി കിടത്തിയത് അവരെല്ലാം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ദുഷ്കർമ്മം ചെയ്തിരിക്കുന്നത്. ഗുരു നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ദാമു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദുഷ്കർമ്മം ചെയ്യാൻ കഴിയില്ല. രാമൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അത് നല്ല കർമ്മമാണെങ്കിൽ നല്ലതും, ദുഷ്കർമ്മമാണെങ്കിൽ ദുഷ്കർമ്മവുമായി രാമനിലേക്ക് നിൽക്കും. ദാമു ചെയ്യുന്നത് ദാമുവിലേക്ക് നിൽക്കും. അതുകൊണ്ട് സഹോദരി, നിങ്ങൾ ഇപ്പോൾ കിടക്കുന്നതും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു കൊടുത്ത വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്തു? നിങ്ങളെ ആരോ തളർത്തി കിടത്തി എന്നുള്ള ഒരു സിമ്പൽ നിങ്ങളുടെ തലച്ചോറിലേക്ക് പാസ് ചെയ്യുന്നു. നിങ്ങളുടെ തലച്ചോറ് എന്ത് ചെയ്യും? നിങ്ങളെ ആരോ തളർത്തി കിടത്തി എന്നുള്ള ആ ഒരു സിമ്പൽ കിട്ടുമ്പോൾ, അത് നിരന്തരം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് സംഭവിക്കും. നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് സംഭവിക്കും എന്നുള്ളത് ഭാരതീയ ഋഷിവര്യന്മാർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അത് ലോകത്തുള്ള നാനാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് സംഭവിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, സകല വേദപുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ രമണി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പങ്കജാക്ഷി എന്ന് പറയുന്ന ആളോ വിചാരിക്കുന്നു അപ്പുറത്തുള്ള തങ്കമണിയോ തങ്കമ്മയോ എനിക്ക് കൂടപത്രം ചെയ്തു, അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നിങ്ങനെ സ്വയം പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെന്ത് ചെയ്യുന്നു? ആ സിഗ്നലിനെ തലച്ചോറിലേക്ക് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരാൾ ആഭിചാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തളർന്നു കിടക്കണം എന്നുള്ള ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ അത് പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് എന്ത് ചെയ്യും? നിങ്ങളുടെ നാഡീവ്യൂഹങ്ങളെ സ്തംഭിപ്പിക്കും, നിങ്ങൾക്ക് രോഗങ്ങളെ ഉണ്ടാക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായോ ഇല്ലയോ? നിങ്ങള് പെട്ടെന്നൊരു സൂചിയിട്ട് ഒരാൾ പിന്നാമ്പുറത്ത് കുത്തി, നിങ്ങൾ കാണുന്നില്ല. അവിടെ നിന്ന് മറ്റൊരാൾ വിളിച്ചു പറയുന്നു, ദേ നിങ്ങളുടെ പാമ്പ് കടിച്ചു. നിങ്ങളുടെ മനസ്സിലത് പതിഞ്ഞു. ആ സമയം നിങ്ങളുടെ മനസ്സ് തലച്ചോറിലേക്ക് അത് പാമ്പാണ് എന്നുള്ള കടിച്ചതെന്നുള്ള ഒരു സിമ്പൽ പാസ് ചെയ്യുന്നു, ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് ശാസ്ത്രമാണ്, അതുപോലെ സത്യവുമാണ്. നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞ മാനസികമായ തലങ്ങളുമാണ്. കുത്തിയതൊരു സൂചിയിട്ടാണ്, പക്ഷെ നിങ്ങൾ കേട്ടത് പാമ്പ് കടിച്ചു എന്നാണ്. ആ കേട്ടതിനെ നിങ്ങളുടെ മനസ്സിനെ ഒരു നിമിഷം കൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിലേക്ക് അത് എത്തിക്കുമ്പോൾ തലച്ചോറ് അവിടെ നിന്ന് പാമ്പ് കടിച്ചു എന്നുള്ളതിന്റെ പ്രതീകമായിട്ടുള്ള ആന്റിബോഡി ഉത്പാദിപ്പിക്കുവാൻ ആരംഭിച്ചു. പക്ഷെ അത് ഫലവത്താണോ? അല്ല. നിങ്ങൾ തളരും. നിങ്ങളുടെ മനസ്സിനറിയാം, നിങ്ങൾക്കറിയാം പാമ്പ് കടിച്ചാൽ ചികിത്സ ചെയ്യണം, ശരീരത്തിന് സ്വയം ആന്റിബോഡി ഉത്പാദിപ്പിക്കാൻ പറ്റില്ല, അത് നിലനിൽക്കുകയില്ല. പക്ഷെ എന്നാലും തലച്ചോറ് അവിടെ ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഭീതി പെട്ടെന്നതല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അതവിടെ നിൽക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ്. ഇതാണ് മെന്റലിസമായിട്ടും മറ്റു പലരും ചൂഷണം ചെയ്യുന്നത്. കണ്ണടച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു കരിക്കട്ട ഇട്ട് തന്നിട്ട് നാഗമാണിക്യമെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും. എന്നാൽ കണ്ണ് തുറന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ അത് കരിക്കട്ട ഇട്ട് കൊടുത്തിട്ട് നാഗമാണിക്യമെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല, അത് കരിക്കട്ടയാണെന്ന് തന്നെ മനസ്സിലാവും. തുറക്കേണ്ടത് നിങ്ങളുടെ കണ്ണുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കൊണ്ട് ആകെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി
മനസ്സിനെ ആകുലപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ജ്യോത്സ്യരുടെ അടുത്ത് ചെല്ലുന്നു. അവരോട് തന്നെ പറയുന്നു, ജ്യോത്സ്യരെ ഇങ്ങനെ അപ്പുറത്ത് താമസിക്കുന്ന പങ്കജാക്ഷി അല്ലെങ്കിൽ അവർ ഇങ്ങനെ പോലെ പ്രശ്നമാണ്, എന്താ ചെയ്യേണ്ട? അപ്പൊ ജ്യോത്സ്യർ അപ്പൊ തന്നെ പറയാം, നിങ്ങൾക്കൊരു ആഭിചാരം ചെയ്തിട്ടുണ്ട്. 6 വന്നു, 6 ആഭിചാരമാണ് വന്നു എന്ന് പറയും. നിങ്ങളത് വിശ്വസിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു വിശ്വാസം വന്നു. ഇതുപോലെ നിങ്ങൾക്കൊരു രോഗമുണ്ടെന്ന് ഒരു ഡോക്ടർ 10 പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ രോഗമുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് ആ രോഗമില്ലെന്ന് 5 തവണയെങ്കിലും ഒരാൾ പറയുമ്പോൾ നിങ്ങളത് 5 തവണയും വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം നിങ്ങൾക്കുണ്ടാവില്ല, ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാവില്ല. ഇതുപോലെയാണ് വിശ്വാസവും ഭഗവാനിലേക്കുള്ള വിശ്വാസവും എത്തിച്ചേരേണ്ടത്. മഹാദേവൻ എന്നോടൊപ്പം ഉണ്ടെന്നും എന്റെ കണ്ണുനീർ കാണുന്നവനാണ് മഹാദേവനെന്നും എന്നെ ഓരോ ചൂടും പിടിച്ചു നടത്തിക്കുന്നത് മഹാദേവനാണെന്നും മഹാദേവൻ എന്റെ കൈ വിടുവിക്കാനല്ല എന്റെ കൈ പിടിച്ചിരിക്കുന്നത് എന്നും എന്നെ സംരക്ഷണത്തിൽ നടത്തുവാൻ വേണ്ടിയാണെന്നും ഈ ലോകശക്തിക്കും മറ്റൊരു ലോകശക്തിക്കും ഒരാൾക്കും ഇനി എന്റെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്നും എന്റെ രക്ഷകൻ മഹാദേവനാണ്. ഏറ്റുപറയൂ സഹോദരങ്ങളെ, എന്റെ രക്ഷകൻ മഹാദേവനാണ്. രക്ഷകൻ മഹാദേവനാണ്. രക്ഷകൻ മഹാദേവനാണ്. രക്ഷകൻ മഹാദേവനാണ്. ഇതടിയുറച്ചു വിശ്വസിച്ചു മുന്നോട്ട് പോകുന്നവർക്ക് ഗുരു നേരത്തെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഒന്നും നിങ്ങളെ തൊടുകയില്ല, യേശുക പോലുമില്ല. പക്ഷെ വിശ്വാസമില്ല. അപ്പുറത്തുള്ള ആരെങ്കിലും മണികിലിക്കുകയോ അവരിച്ചിരി ഭസ്മം പുറത്തോട്ട് കളയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് വന്ന തെറ്റിപ്പോവൂ കാറ്റടിച്ച് ഇപ്പുറത്ത് അതിർത്തി കടന്ന് കിടക്കുകയോ ചെയ്താൽ ഓ ദായി കൂടവത്രം, ആ വിചാരം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ അതൊന്നും വിശ്വാസത്തിൽ എടുക്കരുത്. ഗുരു അടുത്ത കാലത്ത് ഒരു വീഡിയോ ഒരാൾ കാണിച്ചു തന്നു. ഒരു ചെറുപ്പക്കാരുണ്ട്. അദ്ദേഹത്തിന് ആരോ കൂടപത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മുട്ട എന്തോ കുഴിച്ചിട്ടിരിക്കുന്നു. അദ്ദേഹം അതെടുത്ത് പുഴുങ്ങി തിന്നു. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനൊരു കുഴപ്പവുമില്ല. അത് അദ്ദേഹം വെല്ലുവിളിച്ചതാണ്. സത്യം പറഞ്ഞാൽ അതുപോലുള്ള ആൾക്കാരെ ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുകയാണ്. ഹിന്ദു സമുദായത്തിൽ മാത്രമല്ല, എല്ലായിടത്തും. ഗുരുവിന് എടുത്തു പറയുവാൻ കാര്യം, അത്തരത്തിലുള്ള ഒത്തിരി മെസ്സേജുകളാണ് നമുക്ക് വാട്സാപ്പിൽ കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ അവർ അത് ചെയ്തു, എന്നെ അവർ ഇത് ചെയ്തു, എനിക്കൊരു ഉയർച്ചയില്ല. നിങ്ങളല്ലാതെ നിങ്ങളെ ആരാ ഉയർത്തേണ്ടത്? ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ എന്താ പറയുന്നേ? ഞാൻ ഇവിടെ ഇങ്ങനെ ഈ കടിഞ്ഞാണും പിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നീയാണ് യുദ്ധം ചെയ്യേണ്ടത്, നീയാണ് പ്രവർത്തിക്കേണ്ടത്. അതുപോലെ മക്കളെ, മഹാദേവൻ നമ്മുടെ കൈ പിടിച്ചു നടത്തിക്കുന്നു എന്നേ ഉള്ളൂ. പ്രവർത്തിക്കേണ്ടതും ജീവിക്കേണ്ടതും നീയാണ്. കുരുക്ഷേത്ര യുദ്ധ സമയത്ത് അപകടങ്ങളിൽപ്പെടാതെ തന്റെ നേരെ ചീറിപ്പായുന്ന അസ്ത്രങ്ങളിൽ നിന്നൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ കാത്തുപാലിച്ചു പരിപാലിച്ചു പോന്നില്ലേ? അതുപോലെ കൈപിടിച്ചു മഹാദേവൻ കൂടെയുള്ളപ്പോൾ നീ നിന്റെ ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്തു മുന്നോട്ട് പോകുമ്പോൾ നിന്റെ നേരെ പാഞ്ഞു വരുന്ന എല്ലാത്തിനെയും മഹാദേവൻ തന്റെ തൃശൂലം കൊണ്ട് തടുക്കും. ഇതൊന്നും വിശ്വസിക്കുവാൻ ആർക്കും വയ്യ. എല്ലാവർക്കും പോയി എവിടെയെങ്കിലും പോയിരിക്കുക, ഇച്ചിരി മണിയടിക്കുക, ഇച്ചിരി കിണ്ടിന്ന് തീർത്ഥം കിട്ടുക, ഇച്ചിരി ഭസ്മം, ഇച്ചിരി കുങ്കുമം, ഇച്ചിരി തെച്ചിപ്പൂ, അതെല്ലാം കൂടി വാരി അങ്ങോട്ട് നെറ്റിയിലും ശിരസിലും ഇടുക, എടുത്ത് കാതമേ വെക്കുക, എന്നിട്ട് അതിനെ ഒരു വാഴയിലയിലെ തൂശനിയിലോ പൊതിഞ്ഞു കൊണ്ടുപോവുക, അത് വീട്ടിൽ കൊണ്ടുവെക്കുക, അതിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് എല്ലാവർക്കും ആവശ്യം. സഹോദരങ്ങളെ, നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ശിവപുരാണത്തിൽ പോലും ഗുരു പറഞ്ഞിട്ടുണ്ട്, തിരുത്തലുകൾ ഒത്തിരി നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് പണ്ട് പുരാണങ്ങൾ ആൾക്കാർ വായിച്ചിരുന്നത്? അന്നതുപോലെ ലൈബ്രറികളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ ഒന്നുമില്ല. പനയോലകളിലോ ഓലത്താഴിലോ എഴുത്താണി കൊണ്ട് എഴുതി കോറിയിട്ട് ഒരു പ്രദേശത്തോ ഒരു സ്ഥലത്തോ അത് ഇങ്ങനെ വെച്ചിരിക്കും.
ഇപ്പോൾ ഒരാൾ അതുവഴി നടന്നു പോകുമ്പോൾ അവിടെ ഇന്ന ലേഖനങ്ങൾ ഇന്ന എഴുത്തുകളുണ്ട്, അവൻ അവിടെ ഇരുന്ന് വായിക്കുന്നു. വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് അയാളുടെ ബുദ്ധിയിൽ എന്തെങ്കിലും കയറും. അവനെപ്പോഴും ഒരു പനയോല കയറി ഇതിങ്ങനെ എഴുതി അങ്ങ് വെക്കും. അതും അതിൽ വരും. ആരും തലമുറ അതും പഠിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ പതിവ്രതാധർമ്മവും എന്നും അതൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ. പതിവ്രതാധർമ്മം മഹാദേവൻ ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ അതിനകത്ത് പോലും കുത്തിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്, കുത്തിക്കയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞതിൽ കൂടി എന്ത് വന്നിട്ടുണ്ട്? തിരികെ കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് വന്ന ആൾക്കാർ എഴുതി വെച്ചതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇവിടെ മഹാദേവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും, തന്റെ ശരീരത്തിന്റെ പകുതി ഒരു സ്ത്രീക്ക് പകുത്തു കൊടുത്തു, അതുപോലെ സ്ത്രീയുടെ പകുതി ശരീരവും പുരുഷനും എടുത്തുവെങ്കിൽ സ്ത്രീക്കും പുരുഷനും തമ്മിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കിടേണ്ട കാര്യമുണ്ടോ? മഹാദേവൻ അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഞാനാണ് വലുത്, എനിക്ക് 3-ൽ 2 വേണം, എനിക്ക് 2-ൽ 1 വേണമെന്ന് സ്ത്രീ പറയേണ്ട കാര്യമില്ല. തുല്യരാണ്, നിങ്ങൾക്കെല്ലാം തുല്യ അവകാശമാണ്. പുരുഷനും സ്ത്രീക്കും ഒരേ ഇത് തന്നെയാണുള്ളത്. അതിന് മാറ്റമൊന്നുമില്ല. അവകാശങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ എല്ലാ കഴിവുകളുടെയും മറ്റു കാര്യങ്ങളിലും എല്ലാം പുരുഷനോളം തന്നെ സ്ത്രീ ഒരുമിച്ച് നിൽക്കണം. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ പുസ്തകങ്ങളിൽ ഉണ്ട്. വേണ്ടത് ഏത് വേണ്ടാത്തത് ഏത് എന്നുള്ളത് ആർക്കും തിരിച്ചറിയാൻ വയ്യ. അതുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ഗുരു ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ വേണ്ടുന്ന കാര്യങ്ങളെ മാത്രം എടുത്തുകൊണ്ട് എല്ലാവരും അത്തരത്തിലൊന്ന് ജീവിക്കുക. അതുകൊണ്ട് ആരെയും കുറ്റം പറയുക. നിങ്ങൾക്കൊരു മനുഷ്യനെ പോലും കുറ്റം പറയുവാൻ അധികാരമില്ല. ഒരു മക്കൾക്ക് അച്ഛനോ മക്കളെയോ കുറ്റം പറയാൻ അധികാരമില്ല. അച്ഛന് ജീവിക്കുവാൻ ഇവിടെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിൽ കൂടി ജീവിച്ച് തന്റെ വാർദ്ധക്യകാലത്ത് ജീവിക്കാനുള്ളതൊക്കെ സമ്പാദിച്ച് നല്ല പേര് കേട്ട് നല്ല രീതിയിൽ മക്കളെ വളർത്തിയൊക്കെ കൊണ്ടുവരണം. അത് അച്ഛന്റെ ഉത്തരവാദിത്വം. മക്കൾ അവർക്ക് അടുത്ത തലമുറ വരുന്നുണ്ട്. അവർ അവരുടേതായ രീതിയിൽ അവർ കാര്യങ്ങൾ തീരുമാനിച്ച് പോവുക. അവർ ഒരിക്കലും പിതാവിൽ ആശ്രയിക്കരുത്. പിതാവിനെ സംരക്ഷിക്കണം, മാതാവിനെയും സംരക്ഷിക്കണം. അത്തരത്തിലെത്തുന്നവരും ഒരു മക്കളെ ആശ്രയിക്കുന്നത് കൊണ്ട് പിതാവിനോ മാതാവിനോ ഒരു ജാള്യതയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ എന്റെ മക്കളെ ആശ്രയിച്ചു കഴിയുന്നു, അങ്ങനെ ഒരു ജാള്യതയൊന്നും പാടില്ല. അത് ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ്. കാരണം നിങ്ങളുടെ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ പഠിപ്പിച്ചു വളർത്തി ഈ ഒരു ഇതിലാക്കിയെങ്കിൽ അത് അന്ന് നിങ്ങളുടെ കടമ, ഇന്ന് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇവരുടെ കടമ. ഈ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിറവേറ്റി മുന്നോട്ട് പോവുക. ഇതിനകത്ത് ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഉപകാരമുള്ളത് മറ്റൊരു വ്യക്തിക്ക് ഉപകാരമല്ലാതെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതോ അത് നിങ്ങൾ എടുക്കുക, സ്വീകരിക്കുക, അത് ജീവിതത്തിൽ പകർത്തി മുന്നേറുക. മറ്റൊരു പ്രഭാഷണവുമായി മറ്റൊരു അവസരത്തിലെത്താം. ഭഗവാൻ എല്ലാവർക്കും വലിയ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും തരട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ ഭഗവാനേ. അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ.